ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ വീടിൻ്റെ പുറത്ത് മതിൽ പെയിൻ്റ് അടിക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. അതായത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം 60 വയസ്സാകും കേട്ടോ. 60 ഇയേഴ്സ് ഓൾഡ്. അപ്പോൾ ഇപ്പം 59ആണ്. ഫെബ്രുവരി 9-ന് ഈ വരുന്ന ഫെബ്രുവരി 9-ന് എനിക്ക് 59 വയസ്സാണ്. അടുത്ത വർഷം 60 വയസ്സാകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീനിയർ സിറ്റിസനാണ്. അപ്പോൾ ഞാൻ 50 വയസ്സിൽ തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ 50 വയസ്സ് വരെ തന്നെ ജീവിക്കുമോ എന്തോ എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മൾ പണ്ടൊക്കെ 50 വയസ്സ് പറയുമ്പോൾ എന്തോ വലിയ ഇതാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ തുടങ്ങുന്നത് 50 വയസ്സിലാണ് അല്ലേ. പക്ഷേ ഞാൻ 50 വയസ്സിൽ ഞാൻ ഈ കോളനിയിൽ കോളനിയിൽ വന്ന് പുതിയ വീട് വാങ്ങിയ ആ സമയമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീടൊക്കെ ഉള്ളിലൊക്കെ ഞാനൊരു ഹോം ഇത് ഞാൻ കാണിക്കാം കേട്ടോ. ഹോം ടൂർ ഞാൻ ഒരു ദിവസം കാണിക്കാം. അത് പഴഞ്ചനാണ്, എന്നാലും ഞാൻ കാണിക്കാം കേട്ടോ. ഞാൻ ചെയ്തിട്ടുള്ളതാണ് എല്ലാം. അപ്പോൾ ഞാൻ 50 വയസ്സിൽ വീട് ഉള്ളിലൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു, വെളിയിലും കുറച്ചൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 50 വയസ്സിൽ തന്നെ പറഞ്ഞു, ഇനി 60 വയസ്സിലൊക്കെ എനിക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റുമോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ദൈവം എനിക്ക് ആയുസ് തന്നു, ആരോഗ്യവും തന്നു. ആയുസ് മാത്രമല്ല, ആരോഗ്യം തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3-4 മാസം മുമ്പ് ഒരിക്കൽ ഞാൻ മതിലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ വേറൊരു പാർട്ടിയെ വിട്ടിട്ടാണ് ഈ ക്യാമറയിൽ എടുപ്പിച്ചത്. അപ്പോൾ അത് ക്യാമറയാക്കി കൊടുത്തില്ല കയ്യിൽ. ഇപ്പോൾ വീഡിയോ അതിൽ വീണില്ല കേട്ടോ. അപ്പോൾ അത് കാരണം അത് ഫ്ലോപ്പായി. അപ്പോൾ 3-4 മാസം മുന്നെയാണ് എൻ്റെ വീടിൻ്റെ മുമ്പിലെ മതിലൊക്കെ പെയിൻ്റ് അടിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ 2 ദിവസം മുമ്പേ ഞാൻ കുറച്ച് പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കോട്ട്. പിന്നെ അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, എനിക്ക് ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനത് ഫിനിഷ് ചെയ്തപ്പോൾ നിങ്ങളതൊന്ന് കാണിക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് ഇട്ടുതരാം. നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരുപാട് പേര് ട്രൈ ചെയ്യുക. അതായത് എമേഷനൊന്നും വേണ്ട, വൈറ്റ് വാഷ് കൊണ്ട് തന്നെ നമുക്ക് വീടൊക്കെ നല്ല ഫിനിഷിംഗ് ആക്കി എടുക്കാം. അതിനുള്ള ട്രിക്കും ഫിനിഷിംഗ് വരാനുള്ള ഒരു ട്രിക്കും അതിൽ പറയുന്നുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ എമേഷൻ അടിച്ച വീടും എൻ്റെ വീടിൻ്റെ മുമ്പിൽ തന്നെ അവർ ഒരാഴ്ച മുമ്പ് പെയിൻറ്റർ വിട്ട് എമേഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് 1000 രൂപ എന്തോ കൂലിയാണ് കേട്ടോ. അപ്പോൾ എമേഷൻ അടിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫിനിഷിംഗ് ഉണ്ട്. പക്ഷേ നമ്മൾ ഇത് വൈറ്റ് വാഷ് ചെയ്താലും നന്നായിട്ടുണ്ടാകും. പക്ഷേ വൈറ്റ് വാഷ് ചെയ്യുമ്പോൾ അതിൽ പിടിച്ചിരിക്കാനായിട്ട് ഒരു ട്രിക്ക് ഞാനത് പറയുന്നുണ്ട്. അതായത് അതിൽ ഒരു പേസ്റ്റ് ഒഴിക്കുന്ന ട്രിക്ക് പറയുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഞാൻ പെയിൻറ്റ് ചെയ്ത എമേഷൻ അടിച്ച മുമ്പിലത്തെ വീട്ടിലത്തെ ഇതും ഞാൻ പെയിൻ്റ് അടിക്കുന്നത് കാണിച്ചു തരാം. സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. എനിക്ക് വാച്ച് അവറൊക്കെ ഒരുപാട് വേണം. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് വാച്ച് അവർ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ തന്നെയാണ് എൻ്റെ സക്സസ്. അപ്പോൾ ഏതായാലും എൻ്റെ വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ പെയിൻറ്റിങ് ഞാൻ കാണിച്ചു തരാം, ആഫ്റ്റർ ബിഫോർ ഞാൻ കാണിച്ചു തരാം. ചട്ടകത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം. ദോശ ചൂടാൻ മാത്രമല്ല, ഈ മതിലിൻ്റെ പെയിൻറ്റ് പൂപ്പലൊക്കെ ഉണ്ടായില്ലേ, അതൊക്കെ ഇളക്കി കളയാനായിട്ട് ഈസി ആയിട്ടുള്ള ഒരു ചട്ടകം കേട്ടോ. അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സീബ്രക്കിലെ പഴയ ചട്ടകം ഉണ്ടെങ്കിൽ എടുക്കുക. ഞാൻ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഈ പൂപ്പൽ ഇതൊക്കെ ഇളക്കി കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, നല്ലോണം കഴുകിയിട്ട് ചൂടുവെള്ളത്തിലിട്ടൊക്കെ കഴുകിയിട്ട് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ പഴയ ചട്ടകം ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഈസി ഇട്ടിട്ട് മതിലിൻ്റെ പായലും പൂപ്പലും ഒക്കെ ഇങ്ങനെ ഈസി ആയിട്ട് ആക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ ലെങ്തിയാവും. അപ്പോൾ ഇത് അങ്ങനെ ഫുള്ള് മതിലിങ്ങനെ ചെയ്യാൻ പോവാണ്. ചെയ്ത് കഴിഞ്ഞിട്ട് പെയിൻ്റ് അടിച്ച് കാണിച്ചു തരാം കേട്ടോ. പെയിൻ്റ് അടിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. പെയിൻ്റല്ല, വൈറ്റ് വാഷ് നമുക്ക് ഏകദേശം ഒന്ന് ചെറുതാൻ മതി കേട്ടോ. അപ്പോൾ ഇത് വൈറ്റ് സിമെൻറ്റാണ്. ഞാൻ എൻ്റെ പൂപ്പലൊക്കെ ചുരണ്ടി കഴിഞ്ഞിട്ട് വൈറ്റ് സിമെൻറ്റിൽ ഞാൻ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെയാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒറ്റക്കൈയിൽ മൊബൈൽ എടുക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാണിച്ചു തരാം. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഉപയോഗമില്ലാത്ത ബക്കറ്റ് വേണം എടുക്കാൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മതിലൊക്കെ ഈസി ആയിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. എമേഷൻ വാങ്ങുന്നവർക്ക് ഈ ബുദ്ധിമുട്ടില്ല. ഈ വൈറ്റ് സിമെൻറ്റിൽ പെയിൻ്റ് അടിക്കുമ്പോൾ നമ്മൾ വൈറ്റ് സിമെൻറ്റ് ഇട്ടിട്ട് അതിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ചേർക്കണം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഒരുപാട് ലൂസായി പോകും. അപ്പോൾ ഈ വൈറ്റ് സിമെൻറ്റ് അടിക്കുന്നവർ അപൂർവമാണ് മതിൽ കേട്ടോ. അത് പിടിക്കില്ല പറഞ്ഞിട്ട്. പക്ഷേ പിടിക്കാനുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം. ഇത് വൈറ്റ് സിമെൻറ്റ് നമ്മൾ മതിലടിക്കുമ്പോൾ റൂഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേസ്റ്റാണ്. ഞാൻ അത് ഒഴിക്കുന്നത് കാണിച്ചു തരാം. ഞാൻ ഒറ്റ കയ്യിൽ മൊബൈൽ പിടിക്കുന്നതുകൊണ്ട് പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ധൃതിയിൽ ഞാൻ ഒട്ടിച്ചപ്പോൾ എൻ്റെ മേത്തൊക്കെ കണ്ടില്ലേ വൈറ്റ് സിമെൻറ്റ് ഉണ്ട്. അപ്പോൾ ഒഴിക്കാം. ഒരു സ്പൂൺ ഒഴിച്ചാൽ മതി കേട്ടോ. ഞാൻ അളവൊന്നും പറയുന്നില്ല, ഞാനിങ്ങനെ സ്പൂണിലൊന്നും ഒഴിക്കുന്നില്ല. ഒരു സ്പൂൺ ഇതിൽ ഒഴിച്ച് മിക്സ് ചെയ്യുക കേട്ടോ. അത്രയും മതി കേട്ടോ. അപ്പോൾ നല്ല വൈറ്റ് സിമെൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ പേസ്റ്റ് പോലെ പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ട്രിക്ക്. റൂഫ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ഇത് നിങ്ങളുടെ വൈറ്റ് സിമെൻറ്റ് കടകളിലൊക്കെ കിട്ടും കേട്ടോ. ഇത് ഞാൻ പെയിൻ്റ് അടിക്കാൻ പോവുകയാണെങ്കിൽ കാണിച്ചു തരാം. എൻ്റെ ഇടയിൽ കൂടി ഞാൻ ഇഞ്ചി ചുരണ്ടിയിട്ടുണ്ടായിരുന്നു രാവിലെ. നിങ്ങൾക്ക് കാണുന്നോന്നറിയില്ല, എൻ്റെ കയ്യിൽ എന്താ മുറിവ്. അപ്പോൾ മുറിവ് കാണിക്കാൻ പാടില്ല എന്നാണ് യൂട്യൂബിൻ്റെ ഇത്. ഇപ്പോൾ കോപ്പിറൈറ്റ് വരുമോയെന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഈ പേസ്റ്റ് ഒലിച്ചു വന്നു. അപ്പോൾ അത് സാരമില്ല, നമുക്ക് പെയിൻ്റ് അടിക്കാൻ. എൻ്റെ സ്ഥിരം ഇതാണ്. അപ്പോൾ ഓക്കെ. ഇങ്ങനെ കലക്കി കഴിഞ്ഞിട്ട് അടിയിൽ കുറേ നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ കട്ടയാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ശരിക്കും കലക്കി കഴിഞ്ഞിട്ട്
ഒറ്റക്കൈയിൽ മൊബൈൽ പിടിക്കുന്നതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇത് കണ്ടിട്ട് ബുദ്ധിമുട്ടാണെന്നൊന്നും വിചാരിക്കേണ്ട, ഈസിയാണ് കേട്ടോ. ഉടഞ്ഞിട്ട് അടിക്കുക. കുറേയൊക്കെ ഒലിച്ച് പോവും. ആദ്യത്തെ കോട്ടിലൊന്നും പിടിക്കില്ല, രണ്ടാമത്തെ കോട്ടിൽ ഉണങ്ങുമ്പോൾ നന്നായിട്ട് വരും കേട്ടോ. ഉണങ്ങിക്കഴിയുമ്പോൾ നന്നായിട്ട് വരും. ഇപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ ഇങ്ങനെയാണ് ആദ്യമായിട്ട് അടിക്കുന്നവർക്കൊരു സംശയമൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയൊന്നുമല്ല, അത് ഉണങ്ങുമ്പോൾ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കോട്ടല്ലേ, അപ്പോൾ ഒലിച്ചു പോകാതെ ശരിക്കും കുടഞ്ഞിട്ട് ഒന്ന് അടിക്കണം കേട്ടോ. മുകളിലോട്ട് അടിച്ച് വിടണം. പിന്നെ രണ്ടാമത്തെ കോട്ട് അടിക്കുമ്പോൾ ആദ്യം പെയിൻ്റ് അടിക്കുന്നവർ ഇങ്ങനെ അടിക്കുക, പിന്നെ രണ്ടാമത് അടിക്കുമ്പോൾ ഇങ്ങനെ അടിക്കുക കേട്ടോ. ഇങ്ങനെ രണ്ടാമത്തെ കോട്ട് അടിക്കുമ്പോൾ ഇങ്ങനെ അടിക്കുക, എന്നാലേ ആ ഫിനിഷിങ് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിനി അടിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ രണ്ടാമത്തെ കോട്ട് അടിക്കുകയാണ് കേസ്. കണ്ടില്ല, രണ്ടാമത്തെ കോട്ട് അടിച്ചു. എനിക്ക് കാണണമെന്നറിയില്ല, അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിനിഷിങ് ആയിട്ടില്ല കേട്ടോ. രണ്ടാമത്തെ മുകളിൽ അടിക്കുകയാണ്. എൻ്റെ അത് ഫുള്ള് ഞാൻ ഉണങ്ങിക്കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒറ്റ കയ്യിൽ മൊബൈൽ പിടിക്കുന്നതുകൊണ്ടാണ് ഭയങ്കര ബുദ്ധിമുട്ട്. ഇതാണ് മുമ്പിലത്തെ വീട്ടിൽ എമേഷൻ അടിച്ചത് കേട്ടോ. പൈസ കൊടുത്ത് ഒരു എമേഷൻ അടിച്ചതാണ്. അപ്പോൾ അതും നമ്മളുടെ വൈറ്റ് വാഷ് ചെയ്തതും കൂടി ഡിഫറൻസ് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ ചെയ്യാമെന്നുള്ളതാണ്. കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ കുറ്റി ഒന്ന് തുറക്കട്ടെ. അപ്പോൾ ഇപ്പോൾ കാണുന്നതാണ് നമ്മൾ വൈറ്റ് വാഷ് ചെയ്തത്. വെയിലടിച്ചിട്ട് ശരിക്കും കാണുന്നില്ല. ഈ ചെടിയുടെ നിഴലാണ് കേട്ടോ. ഏകദേശം ഒന്ന് ഉരച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതാ പെയിൻ്റ് അടിക്കാൻ പോവാണ്. കേട്ടോ, ഏകദേശം എല്ലാം വന്നു കഴിഞ്ഞു. ഇത്ര നമുക്ക് മതി, ഒരുപാട് അങ്ങനെ ചുരണ്ടിയൊന്നും കഴിയില്ല, ആവശ്യമില്ല. ഞാനൊരു 3-4 മാസം മുമ്പ് പെയിൻറ്റ് ചെയ്തതാണ്. പക്ഷേ നമ്മുടെ ഈ വർഷത്തെ മഴയുണ്ടല്ലോ, ഗംഭീര മഴയിൽ ഇങ്ങനെ ആയതാണ്. എന്താ പറയുക, മഴ തകർത്ത് പെയ്ത് പാസാർ പിടിച്ചു. അപ്പോൾ ഇവിടെയുള്ള മതിലൊക്കെ ഞാൻ പെയിൻറ്റ് ചെയ്തു കേട്ടോ. ഒരു കോട്ട് അടിച്ചു, നിങ്ങൾ വെയിലത്ത് കാണുന്നോന്നറിയില്ല. എന്താ, ഒരു കോട്ട് അടിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കോട്ട് അടിക്കാനുണ്ട്. ഫുള്ള് ഞാൻ ശരി കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ അടിച്ചതാണ്. ഒരു കോട്ട് അടിച്ചു, ഇനി രണ്ടാമത്തെ കോട്ട് അടിക്കാൻ പോകണം. ഇതാണ് ഇനി നിങ്ങൾക്ക് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ പറയുക, കഴുകിയിട്ട് ഞാൻ അടിച്ചതാണെന്ന് വിശ്വസിക്കണ്ടേ. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും പൈസ ലാഭിക്കാം, നിങ്ങൾക്കൊരു എനർജി കിട്ടും, ആരോഗ്യമുണ്ടാകും. ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ കണ്ടു കഴിഞ്ഞിട്ടൊരു മോട്ടിവേഷൻ ആകുന്നവർക്ക് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. ഒത്തിരി നമുക്ക് കാശ് ലാഭിക്കാം കേട്ടോ. ഇന്നിപ്പോൾ പെയിൻറ്റ് ചെയ്യുന്നതിന് തന്നെ ഒരു കൂലി കൊടുക്കാൻ 1000 രൂപയാവും ഒരു ദിവസത്തെ. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം, ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത് കേട്ടോ. പെയിൻറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം, അതിന് മുന്നേ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അടിക്കുന്ന വേഷമൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഭയങ്കര കാറ്റാണ്, കാറ്റത്ത് സുഖമുണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ അടിക്കാൻ വന്നത്. ഉണ്ടോ, ഒരു കോട്ട് അടിക്കുമ്പോൾ തന്നെ ഇങ്ങനെയായി. ഇനി ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമത്തെ കോട്ട് അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിങ്ങനെ ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് പൈസ ലാഭിക്കാം, നമ്മൾ തന്നെ എല്ലാം ചെയ്യാമല്ലോ. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിക്കരുത് കേട്ടോ. ഞാനങ്ങനെ വിചാരിക്കുന്ന ആളേ അല്ല. അപ്പോൾ ഞാൻ അടിക്കുമ്പോൾ തന്നെ അവിടെ ഒരു പള്ളിയിലച്ഛൻ താമസിക്കുന്നുണ്ടായിരുന്നു, നോക്കിക്കൊണ്ട് പോയി ചിരിച്ചുകൊണ്ട് പോയി. പക്ഷേ ആ ചിരി എന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്. പക്ഷേ എൻ്റെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് ഗൈസ്. അപ്പോൾ ശരി, ഇത്തിരി പണികൾ, അടുക്കള പണികളൊക്കെ കഴിഞ്ഞു. പിന്നെന്താ, അപ്പോൾ ഞാൻ ചെയ്യട്ടെ, കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ നെയ്ബേഴ്സൊക്കെ എനിക്ക് ഒരുപാട് സപ്പോർട്ടാണ്. അപ്പോൾ അവർ അതുതന്നെ എനിക്കൊരു എൻകറേജ്ഡാണ്. അപ്പോൾ ശരി.